ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഇന്നൊരു ഡേയ്സ് ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ വീടാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച് വളർന്ന വീട്. ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഡേ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് രാവിലെ ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റ് അതിനുശേഷം കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബ്രെഡും ബീഫ് വരട്ടിയതുമായിരുന്നു. അതും കഴിച്ച് അധികം പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാനിരുന്നു. മക്കൾ അവിടെ അതിന് ഇതിലേക്ക് നടന്നോളും, അമ്മയൊക്കെ നോക്കിക്കോളും. പിന്നെ നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി. മൂത്തവർ ഇച്ചിരി വലുതാണല്ലോ. ഞാൻ ഒത്തിരി ബുക്കൊന്നും എടുത്തിട്ട് പോയില്ല, കാരണം എനിക്കറിയാം ഒത്തിരി ബുക്ക് എടുത്തിട്ട് പോയാൽ ഞാൻ പഠിക്കത്തൊന്നും ഉണ്ടാവില്ല. എപ്പോഴും സാഹചര്യം ഒരേപോലെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ സി എൻ്റെ ബുക്കും മാത്സിൻ്റെ നോട്ടും ആണ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സി എ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള സി എ എഴുതിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് എക്സാമൊക്കെ ഇങ്ങനെ അടുത്തല്ലോ, അപ്പോൾ അത് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അതിപ്പോൾ ഞാൻ എഴുതിയെടുത്തു. യൂട്യൂബ് നോക്കിയിട്ട് യൂട്യൂബിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സി എ, നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ലാത്ത സി എ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഡ് ചെയ്തതല്ല, ഇടയ്ക്ക് മുന്തിരി പിന്നെ ഇതിരിപ്പുണ്ടായിരുന്നു, സിറപ്പ് എന്താണെന്നറിയാമോ, വെള്ളത്തിൻ്റെ സിറപ്പ്, പാനി സിറപ്പ് എന്ന് പറയുമ്പോൾ അത് പഴത്തിലൊഴിച്ചിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റാണ് അവിടെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് അന്ന് ഒരു ദിവസം കൂടി വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു വീട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസത്തെ ആ ഒരു വീഡിയോ ആണ് ഞാൻ അതിൽ ആഡ് ചെയ്തത്. പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ച് എത്തിയതിന് ശേഷമുള്ളതാണ് പിന്നെ കാണിക്കുന്നത്. കൂടുതലും ഞാൻ പഠിക്കുന്ന മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ വന്നതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിയത്. അപ്പോൾ വീട്ടിൽ ഞാൻ മാത്സിൻ്റെ ബുക്കന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്സ് ഞാൻ നോക്കിയില്ല, എഴുതിയില്ല. സി എ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ബുക്ക് തന്നെയാണ് നോക്കുന്നത്, കാരണം അതിൻ്റെ അപ്പുറത്തേക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാനില്ലല്ലോ. അത് വായിച്ച് മനസ്സിലാക്കി പോവുകയാണ്. വായിച്ച് മനസ്സിലാക്കി മലയാളത്തിൽ വായിച്ച് പോകുന്ന അത്രയും ഒരു രസമൊന്നുമില്ല എങ്കിൽ കൂടി പിന്നെ കുറേയൊക്കെ നമ്മൾ പിന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെ എന്ന് വെച്ചാൽ, അപ്പോൾ എന്താ പറയുക, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അങ്ങനെ പോയിൻ്റ് ബേസിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇയറൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. കുറച്ച് മെമ്പേഴ്സിനെയും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്നല്ലാതെ, പക്ഷേ അതിനെക്കുറിച്ചും കൂടുതൽ വൈഡായിട്ട് ആഴത്തിലുള്ള ഒരു ഇതായിരുന്നു നമ്മുടെ ഈ ബുക്കിലുണ്ടായിരുന്നത്. നല്ലതാണ് സത്യത്തിൽ. നല്ല രീതിയിൽ വായിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഒരിക്കലും അത് കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ വായിച്ച് നോക്കാം. പിന്നെ ഇപ്പം ഞാൻ കഴിക്കുന്നത് കരിക്ക കേട്ടോ. എന്ന് വെച്ചാൽ ഇളനീര്, എല്ലാവർക്കും കരിക്കെന്ന് പറഞ്ഞാൽ അറിയില്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മഴ പെയ്തുകൊണ്ട് കരിക്ക് ചാടിയിട്ടുണ്ടായിരുന്നു മുന്നിൽ തെങ്ങിന്ന്. അപ്പോൾ അത് തേങ്ങ ആവാനായി കരിക്ക നല്ല ഇങ്ങനെ കിളുകിളെന്നുള്ള മറ്റേ ഈ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള അതുമല്ല, എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് നമുക്കിത് ജ്യൂസ് ആക്കാനും പറ്റില്ല. ഇപ്പോൾ തേങ്ങ പോലെ കടിച്ചടിച്ച് കഴിക്കണം. അപ്പം ഞാനത് ഒരെണ്ണം എടുത്തിട്ട് അതും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബോറ് തോന്നില്ല പഠിക്കുന്നത്, അല്ലേ? ബോറല്ല, മീൻസ് ഒരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല. അതങ്ങനെ കഴിച്ചുകൊണ്ട് ഇത് തന്നെയാണ് നോക്കിയത്. അപ്പം മോള് അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ അവൾ ഇപ്പം അതുപോലെ തന്നെ പെൻസിൽ, പേന എന്നൊക്കെ പറഞ്ഞ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മൂത്തവരും അവിടെ ഇവിടെയൊക്കെ തന്നെയുണ്ട്. വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് ഇവരെ വെച്ചിട്ടുള്ള പഠിത്തം നല്ല റിസ്ക്കാണ്. കാരണം ഇവരെ അങ്ങനെ ഒഴിവാക്കി, മീൻസ് നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവർ അവലിയിലേക്ക് പോയി, റോഡ് സൈഡായതുകൊണ്ട് റോഡിലേക്കൊക്കെ ഇറങ്ങിപ്പോകും, ഭയങ്കര കുറുമ്പ് കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇവരെ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ സമയം കണ്ടെത്തുകയെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എക്സാമിങ് അടുത്തു, അതിൻ്റെ ടെൻഷൻ നല്ല രീതിയിലുണ്ട് എനിക്ക്. കാരണം ഇതൊക്കെ കൂടെ തീർക്കുകയും വേണം. വെക്കേഷൻ വേഗം കഴിഞ്ഞാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലാണ് എനിക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ ഇട്ടിട്ടും കുറച്ച് ദിവസമായി. അപ്പം 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് പഠിക്കുന്നില്ല, ഇപ്പം എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ.
അപ്പോൾ അത് ഒത്തിരി സന്തോഷം തോന്നി, നമ്മളെ ഓർക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനെ 2 ഡേയ്സിൽ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. പിന്നെ നൈറ്റ് ഞാൻ ഇംഗ്ലീഷാണ് നോക്കിയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാം ഇങ്ങനെ അടുത്തു. അപ്പോൾ സമയമൊക്കെ നല്ലോണം കിട്ടുന്നവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കിട്ടാത്തവരാണ് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. കാരണം എക്സാമുകൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. ഇന്ന എക്സാമിന് ഫോക്കസ് ചെയ്താണ് അതായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ മാക്സിമം എല്ലാം തന്നെ പഠിച്ച് പോവുക. നമ്മൾ എത്രത്തോളം പഠിച്ച് പോകുന്നോ പിന്നീട് അത് റിവൈസ് ചെയ്ത് മതിയാവും നമുക്ക്. പിന്നെ കാരണം എല്ലാത്തിൻ്റെയും സിലബസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് അല്ലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ നല്ല തറവാക്കി പോവുകയാണെങ്കിൽ പിന്നീട് വരുന്ന എക്സാമുകളൊക്കെ നമുക്കത് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നും. അപ്പം എല്ലാവരൊക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വേഗം തീർത്തോ. ഇനി എക്സാം ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ അധിക സമയമൊന്നുമില്ല. പിന്നെ സെയിൽസ്മാൻ ആണെങ്കിൽ കുറച്ചുകൂടെ ടൈമുണ്ട്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.